ചിങ്ങപ്പുലരിയിൽ അയ്യനെ കാണാൻ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. ഇടതോരാതെ പെയ്ത മഴയിലും മല കയറി എത്തിയ ഭക്തർ അയ്യപ്പനെ കൺകുളിർക്കെ കണ്ടു. സന്നിധാനത്ത് നിന്ന് കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചിങ്ങപ്പുലരിയിൽ പുലർച്ചെ 5 മണിക്ക് ശ്രീകോവിൽ നട തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തുറന്നു. ആ സമയത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണ മന്ത്രമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു സന്നിധാനവും സോപാനവും. ഈ 18 മലകൾക്കും ഉള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കാണ്. ശക്തമായ മഴയുണ്ട്. പക്ഷേ ആ ശക്തമായ മഴയ്ക്കൊന്നും അയ്യപ്പന്മാരുടെ മനസ്സിലെ ഭക്തിയെ തളർത്താൻ സാധിക്കില്ല. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തിയ ഭക്തന്മാർ താഴെ തിരുമുറ്റത്തും നടപ്പന്തലിലുമൊക്കെ തന്നെ കാത്തിരിക്കുക. അന്ന് പുലർച്ചെ നട തുറന്ന സമയത്ത് ഭക്തന്മാരുടെ ഒരു ഒഴുക്കായിരുന്നു. പമ്പ ഇങ്ങനെ കുത്തി ഒഴുകുന്നത് പോലെ ഭക്തന്മാർ വലിയ ഭക്തിയോടുകൂടി ഒഴുകി അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. മണിക്കൂറുകൾ കാത്തു നിന്നാലും എത്ര തിരക്കുണ്ടായാലും എത്ര മഴയുണ്ടായാലും അതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്നുള്ളതായിരുന്നു അയ്യപ്പന്മാരുടെ പ്രതികരണങ്ങൾ. അത്യാവശ്യം നല്ല മഴയുണ്ട്. മഴയൊന്നും നമ്മുടെ ഭക്തിക്ക് മുന്നിലൊന്നും അല്ലേ, ഒന്നുമില്ല. അത് നമുക്ക് അയ്യപ്പനെ കാണുമെന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയല്ലേ. അയ്യപ്പനാണ് വികാരം അയ്യപ്പനാണ്. എത്ര നേരം കാത്തു നിന്ന്? ഇല്ല, ഒരു റൗണ്ട് കഴിഞ്ഞു, രണ്ടാമത്തെ കഴിക്കണം. ഇടവിട്ട് മഴ പെയ്യുകയാണ്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. ശബരിമല സന്നിധാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പാസ്നാനം ഒരു കാരണവശാലും നടത്തരുത് എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് യാതൊരു ഭക്തന്മാരും ഒരു കാരണവശാലും പമ്പയിൽ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയുണ്ട്, കുത്തൊഴുക്കുണ്ട് പമ്പയിൽ. അതുകൊണ്ട് തന്നെയാണ് പമ്പാസ്നാനം വിലക്കിയിരിക്കുന്നത്. ചിങ്ങപ്പുലരിയാണ്. ചിങ്ങപ്പുലരി ആയതുകൊണ്ട് തന്നെ അയ്യപ്പനെ ആ 1-ാം തീയതി ദർശിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ദർശന പുണ്യം സാധ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ആ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഈ ഭക്തന്മാരെല്ലാം സന്നിധാനത്തേക്ക് അയ്യപ്പനെ കണ്ടത്. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.